ഇന്ന് മാർച്ച് 8 സാർവദേശീയ മഹിളാ ദിനമാണ്. ഇന്ന് രാവിലെ സാർവദേശീയ മഹിളാ ദിനത്തിൻ്റെ കാര്യം പ്രസിഡിയം പ്രതിനിധി സഖാക്കളെ അറിയിച്ചുകൊണ്ടുള്ള ഒരാമുഖ സംഭാഷണത്തിന് ശേഷം ഇന്ന് സമ്മേളനം തുടങ്ങിയത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾക്കെതിരായി പൊതുസമൂഹം അണിനിരക്കണമെന്ന ആഹ്വാനത്തോടു കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ജനകീയമായ കൂട്ടായ്മയിലൂടെ കൂടി പ്രതിരോധിക്കാനാവണമെന്ന കാര്യം ആഹ്വാനം ചെയ്യുന്ന സഖാവ് CS സുജാത അവതരിപ്പിച്ച പ്രമേയത്തിലൂടെയാണ് ആദ്യത്തെ സമ്മേളനത്തിൻ്റെ തുടക്കം. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായി അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. 2022 4.5 ലക്ഷം പേർ അക്രമത്തിനിരയായി എന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്കനുസരിച്ച് പ്രതിദിനം 10 ദളിത് സ്ത്രീകൾ, ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്നാണ് അവരുടെ കണക്ക്. സ്ത്രീ സുരക്ഷയ്ക്ക് പദ്ധതികൾ ആവിഷ്കരിക്കാനും ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക പിന്തുണ നൽകുന്നതിനും മോഡി സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വിമർശനപരമായിട്ട് ഉന്നയിച്ചത്. ഇതോടൊപ്പം തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രം കേരളത്തെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയുള്ളതാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യം നൽകുന്ന സമീപനമാണ് സ്ത്രീ സൗഹൃദമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുന്നു. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 18% പ്രകടന പത്രികയിലെ വാഗ്ദാനം നമുക്ക് പാലിക്കാൻ സാധിച്ചു. 18% എന്നുള്ളത് ഉയർത്തി 22% ആക്കുകയും ചെയ്തു. സ്ത്രീകൾക്കായി പ്രത്യേക വകുപ്പും ഡയറക്ടറേറ്റും കേരളത്തിൽ രൂപീകരിച്ചു. വനിതാ ഹെൽപ്പ് ലൈൻ പ്രവർത്തനം ആരംഭിച്ചു. മാർച്ച് 8 ഈ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ടുള്ള ഇതെല്ലാം ഉൾച്ചേർത്തിട്ടുള്ള ഒരു പ്രമേയമാണ് സഖാവ് സുജാത സമ്മേളനത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്.